ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു 6 കപ്പ് കേക്ക്, അതായത് ഒരു ഹാഫ് kg ആണ് വരുന്നത്. വാനിലയാണ്. ഹാഫ് കപ്പ് ഫ്ലോർ എടുക്കാം, മൈദ എടുക്കാം, അത് 1/2 കപ്പാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇത് വാനില സ്പഞ്ച് ആയതുകൊണ്ടാണ്. നമ്മൾ ചോക്ലേറ്റ് ആണെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ച് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ബൗളിലോട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന ബൗള്, ബ്ലേഡ് ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. പഞ്ചസാര ഞാൻ ഒരു 1/2 കപ്പിൻ്റെ പകുതിയായിട്ടും എടുക്കുന്നത്. വാനില എസൻസും ഒരു 1/2 ടീസ്പൂണാണ് ഇടുന്നത്. പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടില്ല, പൊടിക്കാതെ ഡയറക്റ്റാണ് അങ്ങ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് അല്പാൽപ്പമായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1-2 മിനിറ്റ് എടുക്കും. അതിനുശേഷം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പാലും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. നന്നായിട്ട് തിളപ്പിച്ച്, പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലോർ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് നമുക്ക് അല്പാൽപ്പമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് സ്പാച്ചുലയും കൂടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിസ്കി യൂസ് ചെയ്യാം. ലാസ്റ്റ് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ റൗണ്ടായിട്ടോ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബോക്സ് ആട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കപ്പ് നമുക്ക് കംഫോർട്ടായിട്ട് വെക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, കേക്കിൻ്റെ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് സേഫായിട്ട് തന്നെ അവിടെ എത്തി. ഞാൻ ഓർത്ത് ഇത് സേഫായിട്ട് എത്തില്ലായിരിക്കും, അത് കുറച്ച് അപ്പോൾ അവിടെ ഇവിടെ പറ്റി പിടിക്കായിരിക്കും ഞാൻ വിചാരിച്ചു കേട്ടോ. നമുക്ക് കപ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അത് ഗ്രീസ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. എല്ലാ കപ്പിലും സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പം ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം, ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പുറത്തോട്ട് ഇങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അത് സഹായിക്കും കേട്ടോ. പിന്നെ ഞാനൊരു പ്ലേറ്റിലേക്കാണ് ഇതെല്ലാം കൂടി വെക്കുന്നത്. 6 ഒന്ന് ജസ്റ്റ് ടാപ്പും ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ടോപ്പിലാണിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളമായി അത് വെച്ചിട്ട്, അത് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ പ്ലേറ്റ് അങ്ങോട്ട് ഇറക്കി വെക്കാം. പ്ലേറ്റ് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അടച്ച് നമുക്കത് ഒരു 10-12 മിനിറ്റ്, അത് തീയുടെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അതിലാണ് വെക്കേണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ 12 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ നമുക്കത് ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയത്. അപ്പോൾ 6 ഇവിടെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്താലും അത് മീഡിയം ടു ലോയിലോട്ട് തന്നെ കൊണ്ടുവരേണ്ടതാണ് ഫ്ലെയിം. ഹൈയിലിട്ട് തന്നെ അത് വെന്തെടുക്കരുത്. പിന്നെ നമുക്കൊരു ഫോർക്ക് എടുക്കാം. ഫോർക്ക് എടുത്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിൽ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പാലിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും ഒക്കെ ഒരു മിക്സാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് നമുക്കൊരു സ്പൂണിൽ ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഓരോ സ്പൂണ് ചിലപ്പം ഓരോ സ്പൂണാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഞാനൊരു ഡെക്കറേഷൻ അവിടെ ചെയ്യുന്നുണ്ട് പൈപ്പിംഗ് ബാഗ് കൊണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈറ്റ് കളർ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിരുന്നു, വൈറ്റ് കളർ ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ കളർ എടുത്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും കളർ മിക്സ് ചെയ്താണെങ്കിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കപ്പ് കേക്ക്. നമ്മൾ ഒരുപാട് വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. കപ്പ് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഈ ബോക്സിലോട്ട് വെച്ചിട്ട്, ഈ കപ്പ് കേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.